വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 13, 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. നിധിയുടെയും രത്നത്തിന്റെയും വലയുടെയും ഉപമകൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെയിരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്കെറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്കെറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ്, അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യം. ഉപമകളിൽ കൂടെ വ്യക്തമാക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിന്റെ അർത്ഥമാനങ്ങൾ. സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള തന്റെ ദർശനങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് യേശു വീണ്ടും ഉപമകളെ ആശ്രയിക്കുന്നതായിട്ടാണ് നാം കാണുക. ഇന്നത്തെ സുവിശേഷത്തിൽ 3 വ്യത്യസ്ത ഉപമകളിൽ കൂടിയാണ് തന്റേതായിട്ടുള്ള ചില ചിന്തകൾ അനുവാചകരിൽ യേശു എത്തിക്കാൻ ശ്രമിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന നിധിയായിട്ടും വളരെ വിലമതിക്കപ്പെടുന്ന ഒരു രത്നമായിട്ടും എല്ലാതരം മത്സ്യങ്ങളും അകപ്പെട്ട ഒരു വലയായിട്ടും സ്വർഗരാജ്യത്തെ ഉപമിക്കുന്നതായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. മറഞ്ഞിരിക്കുന്ന നിധി എന്ന സ്വർഗരാജ്യത്തെപ്പറ്റി യേശു നിദർശനം ചെയ്യുമ്പോൾ ആ നിധി കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഉന്നം വയ്ക്കുന്നത്. അത് നമ്മുടെ വീട്ടുപടിക്കലേക്ക് കടന്നു വരാൻ നോക്കി നിൽക്കാതെ നാം അന്വേഷണത്വരയോടുകൂടെ ആ നിധി കണ്ടെത്തുന്നതിനുള്ള പരിശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സൂചന. വളരെ വിലപിടിപ്പുള്ള ഒരു രത്നം അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഉപമയിൽ പറഞ്ഞ വിധത്തിൽ വളരെ ത്യാഗപൂർണവും ആസൂത്രണ വിധേയത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലേ വിലപിടിപ്പുള്ള രത്നം സ്വന്തമാക്കാനാവും. സ്വന്തമാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഒരു മനുഷ്യന് ലഭിക്കാൻ ഇടവരിക എന്നുള്ളതും നാം മനസ്സിലാക്കണം. കടലിൽ എറിയപ്പെട്ട വല, ആ വലയിൽ എല്ലാതരം മത്സ്യങ്ങളും പെട്ടിരിക്കുന്നു. സ്വർഗരാജ്യം എന്ന് പറയുന്നത് സഭ എന്ന് പറയുന്ന അതിനോട് അനുബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തികള് പോലെ തന്നെ, വിശുദ്ധരുടെ ഒരു സമൂഹം എന്നതുപോലെ തന്നെ വിശുദ്ധിയില്ലാത്തവരുടെയും തിന്മ പ്രവർത്തിക്കുന്നവരുടെയും ദുഷ്ടരുടെയും കൂടി ഉള്ള ഒരു കൂട്ടായ്മയാണ് സഭ എന്ന് ഉള്ള ദർശനമാണ് യേശു നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ നല്ലവരും ദുഷ്ടരും തമ്മിൽ വേർതിരിവിന്റെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ പദ്ധതിക്കും പരിപാലനയ്ക്കും നാം വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേക സൂചന. നാം ഓരോരുത്തരും ഒരു വ്യക്തി നല്ലതാണ്, മറ്റൊരു വ്യക്തി ദുഷ്ടനാണ് എന്ന് വിധി പ്രസ്താവിക്കാതെ കളകളും വിളകളും ഒന്നിച്ചു വളരാൻ അനുവദിക്കുന്ന വീട്ടുടമസ്ഥനെ പോലെ നാമും സഹജീവികളോട് സഹിഷ്ണുതയോടുകൂടെ പെരുമാറേണ്ടതാണ് എന്നുള്ളതും നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് ആ സ്വർഗരാജ്യത്തിന്റെ തനിമ നിറഞ്ഞ ആ ദർശനത്തിലൂടെ യേശു നമുക്കായിട്ട് നൽകുന്നത് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല.